ഇപ്പൊ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ആളെ പറ്റി കേൾക്കുമ്പോ തന്നെ എന്താ പറയാ, ആള് ഭയങ്കര തരംഗമായ ഒരാളാണ്. അപ്പൊ ആളെ ഒപ്പം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വലിയ ക്രൂ മെമ്പേഴ്സ് ഒന്നും ഇല്ലാതെ വളരെ തുച്ഛമായ കുറച്ച് പേരും, വലിയ ലൊക്കേഷൻ ഒന്നുമില്ല, ക്രൗഡ് ഇല്ല, ലൊക്കേഷൻ ഇല്ല, വലിയ സാലറി ഇല്ല, എന്നാൽ ആർക്ക് ബുദ്ധിമുട്ടില്ലാത്ത പോലെ ആൾ തന്നു വിടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരുമിച്ച് എല്ലാവരും കൂടി സഹകരിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു മൂവി. എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പക്ഷെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും എന്താ പറയുക, ഡ്രസ്സൊക്കെ മാറാനും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് നമ്മളെ കയറ്റിയിട്ട് നമ്മൾ അവിടെ ഡ്രസ്സ് മാറി വരുന്നു. അങ്ങനെയൊക്കെ സേഫാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു വലിയ ക്രൗഡും കാര്യങ്ങളൊന്നുമല്ല, അങ്ങനെയുള്ളൊരു ഇത്. ഇപ്പോൾ പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രാവശ്യം ആളെ ഭയങ്കര എല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു. എന്ത് പറഞ്ഞാലും ആളെ അറ്റാക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞതിലും കാര്യമുണ്ട്, അങ്ങനെ പറയുന്ന ഒരു രീതിയിലോട്ട് ആര്. അപ്പോൾ ഒരു സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി എന്ന നിലയിൽ എന്താ തോന്നിയേക്കുന്നത്? എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ സിനിമ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ സിനിമയെ അഭിനയിച്ചു. എന്നെ പല ആൾക്കാരും വിളിച്ച് കളിയാക്കി. അതുവരെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാട്ടോ. എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ റീല് കണ്ടില്ലേ, മറ്റേ റീല്, നീ എന്തിനാ സന്തോഷ് പണ്ഡിറ്റിന്റെ കൂടെ അഭിനയിക്കാൻ പോയി? ഞാൻ പറഞ്ഞു അത് എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് പെരുമാറിയ രീതി, എനിക്കത് നോക്കിയാൽ പോരെ. ശരിയാ. സോഷ്യൽ മീഡിയ തന്നെ എന്താണെന്ന് അദ്ദേഹമാണ് നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നതും. അപ്പോഴും എന്നോട് ഇങ്ങനെ അദ്ദേഹം പറയും, വലിയ റീഡിയൊക്കെ ഇടും കേട്ടോ, ഇങ്ങനെയാണ് റീഡിയൊക്കെ ഇടേണ്ടത്, അങ്ങനെ ചെയ്യുന്നതൊക്കെ. നമുക്ക് നല്ലൊരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ എന്നോട് സപ്പോർട്ട് ചെയ്ത് അത്രയ്ക്കും നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും വിളിക്കും, ഇടയ്ക്ക് സംസാരിക്കും. അപ്പോൾ എൻ്റെ ഫോട്ടോസിലൊക്കെ എനിക്ക് കമൻറ്റ് വരെ എനിക്ക് നല്ലൊരു വ്യക്തിയാണ്. മനുഷ്യ ഒരുപാട് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാവരും എല്ലാം തികഞ്ഞവരാകുമോ? ആരെങ്കിലും ഒരിക്കലും ആവില്ല. നമ്മുടെ സൗന്ദര്യത്തിലും നമ്മളെ ആദ്യം സ്നേഹിക്കുക, നമ്മുടെ മനുഷ്യന്മാരെ നമ്മൾ ആദ്യം സ്നേഹിക്കുക, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മൾ മുറുകെ പിടിക്കുക. അപ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും. എനിക്കെന്ന് വെച്ചാൽ ഒരാൾ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോഷൂട്ട് ഞാൻ പുറത്ത് എന്താ പറയുക, ഒരാളെ പോലും നമ്മൾ പുറത്തുനിന്ന് ക്യാമറമാനെ വിളിച്ച് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യിച്ചിട്ടില്ല. നമ്മൾ ആദ്യം ഫോണിൽ നിന്നാണ് തുടങ്ങിയത്. ചെറിയൊരു ഫോണിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ക്യാമറയും ലാപ്ടോപ്പും ഒക്കെ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം സെറ്റാക്കി. അതൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ്. ഈ പറയുന്ന ആൾക്കാരെ വാക്കും കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് ഉണ്ടാവുന്നില്ല. ഒരു കുടുംബത്തിൽ ഒരു സമയത്ത് ഒരു 100 രൂപ കൈ പിടിച്ചിട്ട് ആത്മഹത്യക്ക് ചിന്തിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾക്ക് എത്താമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് എന്നോടുള്ള വിശ്വാസം, എനിക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസം, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുള്ള വിശ്വാസം, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങളുള്ള വിശ്വാസം, അതൊക്കെ ഞങ്ങൾ മുറുകെ പിടിച്ച് പോകുന്നതാണ്. പിന്നെ കമന്റ് അത് അവർ ഇട്ടുകൊണ്ടിരിക്കട്ടെ, അതായത് നമുക്ക് തിരുത്താൻ പറ്റിയല്ലോ. എന്തെങ്കിലും ഒരു പോസിറ്റീവ് വേണം, നല്ല നമുക്ക് ജീവിക്കാനുള്ള. ആ കമന്റ് ആണ് നമ്മുടെ ഒരു എന്തായൊക്കെ പറഞ്ഞാലും ചേച്ചിയുടെ ഒരു ഇതുവരെ കേട്ടില്ല, എനിക്ക് തോന്നിയിരിക്കുന്ന ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫാമിലി സപ്പോർട്ടാണ് അല്ലെ? പലർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം ചേച്ചി. തീർച്ചയായിട്ടും. അതെ, എനിക്ക് അച്ഛനമ്മ, മക്കള്, എൻ്റെ അനിയത്തി, ഹസ്ബൻഡ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ ഇത് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫാമിലി. ഇവരെൻ്റെ കൂടെ ബലമാണ്. ഞാൻ പിന്നെ വേറെ ഫാമിലി ഉണ്ട്, നമ്മളങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ആരെയൊക്കെ വിളിക്കും, ശരി എന്നാ ഹായ് ബൈ ആണ്. ഇപ്പം അത് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അങ്ങനെയാണ്. ഇവരങ്ങനെയല്ല. ഇവിടെ എന്തെങ്കിലും ഒരിക്കലും വിഷമം വന്നാലും അപ്പം തന്നെ അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ ഒരു വാക്ക് കേൾക്കുക, ഇത് ചിലപ്പോൾ അമ്മയുടെ മടി തലവെച്ച് കിടക്കുക. അതിൻ്റെ ഒരു സുഖമൊന്നും നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? അപ്പൊ അത് ഞാൻ ആഗ്രഹിക്കും, എൻ്റെ മോൾ ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനത് അവളോട് കാണിക്കും. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. ഇപ്പൊ ഞാൻ ബിജോച്ചനെ സ്നേഹിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് സ്നേഹമാണ് കിട്ടുന്നത്. ഞാൻ ദേഷ്യപ്പെടാൻ തിരിച്ച് എന്നെ ദേഷ്യപ്പെടും. അത്രേ ഉള്ളൂ. ചേച്ചിയുടെ അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ എങ്ങനെയാണ്? എനിക്കൊരു 3 മൂവിന് റിലീസ് ആവാനുണ്ട്. ഒന്ന് റിബണ്, പിന്നെ മറിമായി ഉണ്ണിച്ചേട്ടൻ്റെ പുഷ്പാങ്കദന്റെ 1-ാം സ്വയംവരം എന്ന് പറയുന്നൊരു മൂവി, വയനാടായിരുന്നു ഷൂട്ട്. അതിനകത്ത് നല്ലൊരു വേഷമാണ്. പിന്നെ റിബണ് ഒരു നാട്ടുപുറത്തുകാരിയായിട്ട്, പിന്നെ ഗോകുൽ സുരേഷിൻ്റെ നമിത പ്രമോദിൻ്റെ എതിരെ എന്ന് പറയുന്നൊരു മൂവി, അമൽ കെ ജോബിയുടെ, അതുണ്ട്.